എടാ ഒപ്പിടാ. അയ്യോ എന്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ സാറേ. വിഷമം എന്താ സാർ ആക്സിഡന്റ്? കേക്കില്ല. ഒപ്പിടാ. നമ്മുടെ നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന പാവങ്ങളുടെ എല്ലാം ദൈവമായ അക്കയെ ബഹുമാനപൂർവ്വം സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം പ്രയോജനപ്പെടുത്തി അക്കയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്തൊരു അന്യായം നോക്കിയേ. 1 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 40,000. മതി മതി പോടാ. എന്താ നീ ഒപ്പിട്. തരുന്ന കാശ് വാങ്ങി മര്യാദയ്ക്ക് പോയിക്കൊള്ളാം, അല്ലെങ്കിൽ എന്റെ 40 വർഷത്തെ അധ്വാനോടാ ഈ സ്ഥലം. ഇത് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചോദിക്കാനും പറയാനും വേണ്ടി ആരുമില്ലെന്ന് കരുതിയോ നീ? മര്യാദയ്ക്ക് പോടാ, അല്ലെങ്കിൽ എല്ലാത്തിനും കത്തിച്ചു കളയും ഞാൻ. പോലീസ് അവരടിക്കില്ലേ? ഇവരെയൊക്കെ അടിക്കണമെങ്കിൽ ആ ദൈവം തന്നെ അവതാരം കൊടുക്കണം. ആരെടുത്തടാ അത്? എന്റെ ഏരിയയിൽ വന്നിട്ട് ഇവിടെ വേരട്ടുന്നത്, ഉരുട്ടുന്നത്, മധ്യസ്ഥം പറയുന്നത്, കൈവെട്ടുന്നത്, കാല് വെട്ടുന്നത്, തട്ടിക്കൊണ്ടുപോകുന്ന ആളെ കാലിയാക്കുന്നത് എല്ലാം ഞാൻ തന്നെ. ലോകം കി ഖതം കർന യേ സബ് മേരെ കാം ഹൈ. ഇങ്ങ വേരട്ടുന്നത്, ഉരുട്ടുന്നത്, കൈവെട്ടുന്നത്, കാല് വെട്ടുന്നത്, ആളെ തൂക്കരുത്. எவனாவது அநியாயம் பண்ணவன் தலை சீவுறது எல்லாமே நான்தான். എന്താണെന്നറിയോ? ഞാൻ വില്ലനാടാ. ഇവിടെ വിരട്ടുന്നത്, ഉരുട്ടുന്നത്, ഇവിടെ വിരട്ടുന്നത്, ഉരുട്ടുന്നത്, മധ്യസ്ഥം പറയുന്നത്, കൈവെട്ടുന്നത്, കാല് വെട്ടുന്നത്, തട്ടിക്കൊണ്ടുപോകുന്നത്, ആളെ കാലിയാക്കുന്നത് ഇവിടെ എല്ലാം ഞാൻ തന്നെയാ. കാരണം എന്താ? ഞാൻ വില്ലനാടാ. എന്താണോ ഇത്? ഒരു മോഡുലേഷനും ഇല്ല, ഒന്നുമില്ല. എന്താണ് സാർ ഇങ്ങനെയാണോ ഡയലോഗ് പറയുന്നത്? സാർ ഒരു പ്രാവശ്യം എടുക്കാം സാർ. വേണ്ട, ശരിയാവില്ല. സോറി സാർ. ഇങ്ങനെ പോയ നേരം വിളിക്കും. ഒരു ഡയലോഗ് പറയാൻ 1.5 കോൾ ഷീറ്റാ. ഇപ്പോഴാടാ ഇമാജിനേഷനിലെ മുഴുവൻ ഡയലോഗ് 3 ഭാഷയിൽ ഞാൻ പറഞ്ഞത്. അവനെ നോക്കി ഒരു ഡയലോഗ് പറയാൻ തന്നെ നിന്ന് വെള്ളം കുടിക്കുക. തടാ, ഇതുപോലുള്ള ഡയലോഗ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ബ്രേക്ക്. മുകുന്ദ, ഇത് ഇത്തിരി ഓവറാണെന്ന് തോന്നില്ലേ? അത് വീടേട്ടാ, ഏട്ടന് വേണ്ടി ഞാൻ കഴിക്കുന്നു. ഏട്ടാ, നിങ്ങള് ആ തൈരും കൂട്ടി ചോറ് കഴിച്ചിട്ടേ ഈ ഇഞ്ചി മിഠായും കഴിച്ചാൽ മതി, എല്ലാം ഡൈജസ്റ്റ് ആവും. ഓക്കെ? ഈ ഇഞ്ചി മുട്ടായി തന്ന് എന്റെ എല്ലാ ഐറ്റവും നീ കൈക്കലാക്കിയല്ലേ? എന്താ മുകുന്ദ, പാത്രം നിറച്ചുണ്ടല്ലോ. ഏട്ടാ, ലൈഫ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും പീസ്ഫുൾ ആയിട്ട് കഴിക്ക്. മുകുന്ദ, ഡയലോഗ് സൂപ്പർ ഏട്ടാ, ആണല്ലോ. ഡയലോഗ് മാത്രമല്ല, പെർഫോമൻസ് ഉണ്ട്. വേണ്ട ഇരിക്കേ. ഞാൻ വില്ലനാടാ. എടാ, സമ്മതിച്ചടാ നിന്നെ. സൂപ്പർ. വെറുതെ പൊക്കി പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല. ചേട്ടൻ സിനിമ ചെയ്യുമ്പോ എനിക്ക് നല്ലൊരു വില്ലൻ വേഷം തരണം. ഏട്ടാ, എന്റെ സ്വപ്നം തന്നെ നല്ലൊരു വില്ലനാവണം. തീർച്ചയായിട്ടും ഞാൻ പടം ചെയ്യുമ്പോ നീ തന്നെ ആയിരിക്കും വില്ലൻ. ഓക്കെ ഏട്ടാ. ഏട്ടാ, നാളെ ഷൂട്ടുണ്ടോ? നിങ്ങൾക്കില്ല, നാളെ ഹീറോയിൻ ഇൻട്രഡക്ഷനാ. ഓക്കെ. വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാ വെക്കേറ്റ് ചെയ്ത് പൊയ്ക്കോണം, മനസ്സിലായില്ലേ?
ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അയ്യോ ഈ കളവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ? വേഗം പോലീസിനെ വിളിക്ക. സർ സർ തിടുക്കം കാണിക്കാതെ. കോൾ ദ പോലീസ്. വേഗം വാട്ടെ. എന്താടാ വരട്ടുക നീ? എന്താ നീ പോലീസിനെ വിളിച്ച് വരുത്തിയാം ഞങ്ങൾ എന്താ പേടിക്കോ? ഞങ്ങൾ ആരാന്നറിയാലോ? അക്കടെ ആൾക്കാരാ. ഈ ഹോസ്റ്റൽ എഴുതി തന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ശാപം പോലും കാണില്ല. ഞങ്ങൾക്കും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. ഈ വേഷം കെട്ടൊക്കെ വേറെ വല്ലയിടത്തും കൊണ്ട് നീ കാണിക്കും. എന്താടാ പിന്നെ വാചോടിച്ചോണ്ട് നിൽക്കുന്നേ? എടുക്കടാ കത്തി. വില്ലനാടാ ഞാൻ. ഇവിടെ എന്താണ് സീരിയലാണ് എടുക്കണത്? സിനിമയിലെ കോ ഡയറക്ടറാ മോനെ ഞാൻ. ഇവിടത്തെ വലിയ ഡയറക്ടർ ഷാജി കൈലാസിനെ എനിക്കറിയാ. നീ എന്ത് കോ ഡയറക്ടറാടാ? അല്ല ഈ കോ ഡയറക്ടർ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ. ഫ്രോഡേ നോണ പറയണ കാത്ത് ഞാൻ കേറ്റു കേട്ടാ. വിടറാ വിടറാ വിട്ടടാ. പിള്ളേരെ വീട്ടിൽ പോ, അച്ഛനമ്മ അന്വേഷിക്കും. പോ, 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 പോ. ഓയ് 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 പിന്നെ ഞാൻ വെറുതെ വിടില്ല. പോടാ. നിങ്ങളൊക്കെ ഇവിടെ എന്താ? ചേട്ടാ എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലേ? സോങ് വന്നപ്പോ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് തനിച്ചു പോയാ? ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? ടോർച്ചർ ചെയ്യണം. ഒന്ന് പോടാ. ഞങ്ങളും ഡാൻസ് ചെയ്യും. സോങ്ങിനുള്ള മൂടെ പോയി. ഇവിടെ സോങ് ഇല്ല. നിനക്കൊക്കെ ഫൈറ്റാ നല്ലത്. പോടാ. എന്റെ ഈശ്വരാ. ആ കളവൻ അവിടെ ഉണ്ടോ നോക്കടാ. കൂട്ടിക്കൊണ്ടുപോകും. എന്താടി ഏറിൽ പൊങ്ങി കുമ്പ് കാണിക്കുന്നത്? പോടാ പോയി ഇറക്കാൻ നോക്ക്. നീ ഒരു കരുമാടി എന്നെ തന്നെ തള്ളിവിട്ട് ശരിയാക്കി തരാം. അയ്യോ ഇല്ല ചുമ്മാ തമാശക്കാൻ പോലെ കേട്ടോ. ചുമ്മാ കേട്ടോ. കളിക്കല്ലേ.
ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അത് ശരി, ചെറുപ്പക്കാരൊക്കെ പെൺപിള്ളേരെ പൊക്കാൻ നോക്കുക. നിങ്ങളെ പോലുള്ള കിളവന്മാരെ പൊക്കിട്ട് എന്ത് കിട്ടാനാ? ആരവര്? എന്റെ മോന്റെ ആൾക്കാരാ. അച്ഛനമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഈ കാലത്ത് ഇത്രയും സ്നേഹമുള്ള മോനോ? സ്വത്തൊക്കെ നിങ്ങളുടെ പേരിലായിരിക്കും അല്ലേ? അതെ, എന്റെ പേര് ദക്ഷിണാമൂർത്തി. എന്റെ കുഞ്ഞുനാളിൽ നിങ്ങൾ ഫ്ലാഷ് ബാക്ക് പറയാൻ പോകണോ? പറയ്. എന്റെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചുപോയി. പിന്നെ അച്ഛനായിരുന്നു എല്ലാം. ശരി. എന്റെ 20 വയസ്സുവരെ ഞാൻ ചെയ്യാത്ത കുരുത്തക്കേടുകളില്ല. അതൊരു കാലം. അച്ഛൻ മരിച്ചതോടെ ഞാൻ അനാഥനായി തീർന്നു. എനിക്ക് ജീവിതം തന്നെ വെറുത്തു. ആ സമയത്താണ് ഒരു അനാഥാശ്രമത്തിൽ ഞാൻ ലക്ഷ്മിയെ കണ്ടത്. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ആദ്യം ആരംഭിച്ചത് ഒരു സ്വർണ്ണക്കടയായിരുന്നു. ഒരുപാട് പണമുണ്ടാക്കി. 20 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ലക്ഷ്മിയുടെ ആഗ്രഹപ്രകാരം അനാഥ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരു ആശ്രമം ഉണ്ടാക്കി. എൻ്റെ ഭാര്യ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. എല്ലാവരെയും സഹായിക്കും. ഒരു ജീവൻ ഭൂമിയിൽ നിലനിൽക്കുന്നത് വരെ ആരും അനാഥരാവരുതെന്ന് പറയുമായിരുന്നു. എൻ്റെ ലക്ഷ്മിയുടെ മരണശേഷം അവളുടെ ആഗ്രഹപ്രകാരം ആശ്രമത്തിൽ തന്നെ അവളെ അടക്കം ചെയ്തു. അവളുടെ കൂടെ ഞാൻ ജീവിച്ച നാളുകൾ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഫ്ലാഷ് ബാക്ക് ശോകമാണെന്ന് വിചാരിച്ചത്. ഇത് ഹാപ്പിയാണല്ലോ. അങ്ങനെ പറയരുത്. ആർക്കായാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദുഃഖം ഉണ്ടാകാതിരിക്കില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്റെ മകനാണ്. ഇപ്പം നിനക്ക് സ്ഥലം തരാൻ പറ്റുമോ ഇല്ലയോ? അക്ക, ആ സ്ഥലം എന്തിനാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. സ്മാർട്ട് സിറ്റി അതിനടുത്തല്ലേ വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന വില കിട്ടും എന്റെ സ്ഥലത്ത്. നിനക്ക് എത്ര പണം വേണം? പണം എനിക്ക് ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം. പക്ഷേ ഇതുവരെ ഒന്നും സാധിച്ചില്ല. അടുത്ത ഇലക്ഷനിൽ അക്കയുടെ പാർട്ടി സ്ഥാനാർത്ഥിയായി എനിക്കൊരു സീറ്റ് തന്നാൽ ഞാൻ MLA ആവും. ആ ഒരു മനസ്സ് കാണിച്ചാൽ മതി. അക്ക പറയുമ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാം. ഒരു നയ പൈസയും വേണ്ട. സ്ഥലം എപ്പോഴാ കാണുന്നേ? എത്ര ഏക്കറാ? 25 ഏക്കറുണ്ടക്ക. വന്നാട്ടെ. ആ ആശ്രമം ഒരു സ്ഥലമല്ലടാ, അമ്പലമാ. ഇന്നും എന്റെ ലക്ഷ്മി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം അവൾക്ക് ജീവനായിരുന്നു. ആ ആശ്രമം നിനക്കൊരിക്കലും ഞാൻ എഴുതി തരില്ല. അതിന്റെ വാല്യൂ അറിയാതെ അച്ഛൻ സംസാരിക്കുന്നത്. MLA ആവണമെന്നുള്ളത് എൻ്റെ 15 വർഷത്തെ ആഗ്രഹമാണ്. അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? അച്ഛാ, മര്യാദയ്ക്ക് അതെനിക്ക് എഴുതി തന്നേക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ആ ആശ്രമം വിൽക്കാൻ വേണ്ടിയാ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കൈ കിട്ടിയില്ലെങ്കിൽ ആ ആശ്രമം അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള പിള്ളേരും സേഫ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ വന്നേക്ക്. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്തിനാ നിനക്കൊരു ഭാരമാവുന്നത്? അല്ല, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? എന്താ ഇത്? വരാം. സന്തോഷമായില്ലേ? അല്ല, എത്ര മണ്ഡലങ്ങളാണെന്ന് പറഞ്ഞ? അതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു 3 ദിവസത്തിനകം തീരുമാനിക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. ഈ സ്മാർട്ട് സിറ്റി എവിടെയാ വരാൻ പോകുന്നേ? അതെ നേതാവേ, പ്രതിപക്ഷം അത് തന്നെയാ ചോദിക്കുന്നത്. എന്താ അരുന്ധതി ദേവി താമസം? നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യാം. ഇനി താമസം ഉണ്ടാവരുത്. വാ പോകാം. ചന്ദ്രമോഹൻ എന്താ ലൈനിൽ കിട്ടിയില്ലേ? എത്ര പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവന്റെ നമ്പർ പറ. 80150. സാറേ, എന്തിനാ സാറേ ടെൻഷൻ അടിക്കുന്നേ? ഇന്നാടാ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞത്. സാറ് ഒരാഴ്ച കൂടി സമയം ചോദിക്കും, നമുക്ക് കണ്ടുപിടിക്കാം. കയ്യിലുള്ളത് കളഞ്ഞു വിളിച്ചിട്ട് ഇപ്പൊ കണ്ടുപിടിക്കാമെന്നോ? കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കഥ കഴിഞ്ഞു. സാറിന്റെ മോളില് ഉണ്ട് സാർ.
സാർ അക്ക വരുന്നുണ്ട്. ഫോൺ ചെയ്താ എടുക്കാൻ പറ്റില്ലല്ലേ? എല്ലാം അച്ഛൻ്റെ പേരിലാണ് ഉള്ളത്. അച്ഛൻ ഒപ്പിട്ടാലേ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇതാണോ നിന്റെ അച്ഛൻ? ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കേരളത്തിലുള്ള എല്ലാ ലാൻഡ് ബ്രോക്കേഴ്സിനും അയച്ചു കൊടുക്ക്. മെയിലായിട്ടോ കൊറിയറായിട്ടോ. നാളെ അത് അവരുടെ കയ്യിൽ എത്തിയിരിക്കണം. ലോഡ്ജ്, വീട്, അമ്പലം, ഒരു സ്ഥലവും ബാക്കി വെക്കാതെ ഈ കളവനെ അന്വേഷിക്കുക. ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നമുക്ക് നടത്താം. എടാ, ആ കിളവനെ ആരോ വെട്ടാമെന്നു നീ രക്ഷപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ. എന്നിട്ട് അയാളെ മുറി കൊണ്ട് താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ചാൾസേ, വിശന്നലയുന്ന സമയത്ത് ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം തന്നിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം പോലെ ഞാൻ കാണുന്നു. പാവാടാ വയസ്സൻ 10-25 വർഷമായിട്ട് എത്രയോ അനാഥ പിള്ളേരെ ദത്തെടുത്ത് ആശ്രമത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുക. അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് കിട്ടിയാൽ മാത്രം മതി. എല്ലാ കുട്ടികളും അനാഥരായിട്ട് വീണ്ടും റോട്ടിൽ വരും. അയാൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആ കുട്ടികൾക്ക് എന്നും നല്ലത്. ആ സാറേ പറഞ്ഞോ. ആ ഷൂട്ടിംഗ് സ്പോട്ടിന് അടുത്താ ഉള്ളത്. ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ വന്നേക്കാം. ശരി സാർ. ചേട്ടാ ഒരു ചായതാ. നമ്മുടെ സ്റ്റോറിയിൽ ഒരു കിഡ്നാപ്പ് സീൻ ഇല്ലേ, ഇതിന്ന് അടിച്ചു മാറ്റി എഴുതി ചേർക്ക്. നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാം. മുത്തശ്ശ, കാപ്പി കുടിക്കുന്ന ശീലമുണ്ടോ? അല്ല, ഞങ്ങൾക്കുണ്ട്. മുത്തശ്ശ, വെള്ളമടിക്കുന്ന ശീലമുണ്ടോ നിങ്ങക്ക്? അതൊക്കെ ഞാൻ നിർത്തിയിട്ട് 10-15 വർഷമായി. ഭഗവാനെ. എങ്കിൽ ഇന്ന് അടിച്ചിട്ട് തന്നെ. നിക്കേ, എവിടെ പോയിട്ട് വരുവാ? പുറത്തേക്ക് ഇറങ്ങിയതാ. പുറത്തേക്ക് ഇറങ്ങിയതാ. ഒച്ചത്തിൽ പറഞ്ഞ പേടിക്കുന്നു വിചാരിച്ചോ? ഈ തുണി കൊണ്ടായി വിരിച്ചിട്ട് 4 നേരം വെട്ടി വിഴുങ്ങാനറിയാം. എന്താ മൂന്നനെ വിളിച്ചപ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ചാർജ് പോയതാ. അല്ല, നാളെ ഷൂട്ടിംഗ് ഉണ്ടോ? ഇല്ല. എന്താ നമ്മുടെ അക്കയുടെ പാർട്ടി മീറ്റിംഗ് ആണ് നാളെ. അതിന് സെക്യൂരിറ്റി ആയിട്ട് ഒരു 100 പേരെ ചോദിച്ചിട്ടുണ്ടേ. നിങ്ങളൊരു 10 പേര് പോരെ? ഏട്ടാ, ഈ വില്ലന്റെ പുറകെ ഗുണ്ടകളായിട്ട് നിൽക്കുന്നതൊക്കെ ജീവിക്കാൻ വേണ്ടിയാ. ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. എടാ, നല്ല കാശ് കിട്ടും. വെട്ടുകത്തി എടുത്ത് കൊട്ടേഷൻ ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് സമ്പാദിക്കാം. കാശുണ്ടാക്കാനാണ് സിനിമയിൽ ചേർന്നത്. ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നം ഏട്ടാ. എല്ലാ സിനിമ പോസ്റ്റിലും ഞങ്ങളുടെ മുഖം ഉണ്ടാവണം. ഞങ്ങളുടെ ഫൈറ്റ് കണ്ടുകൊണ്ട് കൈയടിക്കണം, വിസിലടിക്കണം, ഡാൻസ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു വലിയ നടനാവണമെന്ന ആഗ്രഹം ഞങ്ങൾക്ക്. അത് മനസ്സിലാക്കട്ടെ. ഏട്ടൻ ഞങ്ങളെ കൊട്ടേഷനായിട്ട് കാണരുത്. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതേ. ഇവൻ നന്നാകാൻ പോണില്ല. ഡാളിയ സെറ്റ് ചെയ്ത് വെക്കണേ. മുത്തശ്ശനെ കൂട്ടിയിട്ട് വരാം. ഇവന്റെ ഒരു കഥയുണ്ട് മുത്തശ്ശ, സൂപ്പറാ. പറടാ. എന്റെ ലവ് ഒരു കാലിൽ മൈലാഞ്ചിട്ട് ബസ് കാത്ത് നിൽക്കായിരുന്നു. ബസ് വന്നപ്പോൾ അവള് കയറിപ്പോയി. അവളുടെ തലയിൽ വെച്ചിരുന്ന പൂ താഴെ വീണു. ആ മുല്ലപ്പൂ കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു കവിത വന്നു. നിന്റെ മൈലാഞ്ചി കാൽ തൊട്ട മണ്ണിൽ മുല്ലപ്പൂ പൂത്തല്ലോടി എന്നായിരുന്നു ആ കവിത. ആ കവിതയും കൊണ്ട് ഞാൻ അടുത്ത ദിവസം കാത്തിരുന്നു. അവൾ വന്നില്ല. അടുത്ത ദിവസം പോയി, അപ്പോഴും വന്നില്ല. ഇതുവരെ അവൾ വന്നില്ല മുത്തച്ഛ. അവള് കല്യാണം കഴിച്ച് പോയാലും സാരമില്ല. എന്റെ കവിതയൊന്നും അവളെ കാണിച്ചില്ലെങ്കിൽ എന്റെ മനസ്സിൽ വിഷമം തീരൂല. മരമണ്ട, നല്ലൊരു കവിത വേസ്റ്റ് ആക്കിയില്ലേ? ഞാനായിരുന്നെങ്കിൽ ആ കവിത കൊണ്ട് 5 പെണ്ണുങ്ങളെ ലൈനിലാക്കിയേനെ, 5 എണ്ണത്തിന്. ദക്ഷിണേ, ചെറുപ്പത്തില്
ഞാൻ ലൈൻ അടിച്ച പെണ്ണുങ്ങളുടെ എത്രയാണെന്ന് പോലും എനിക്കറിയില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ഒരു മദാമ്മയുമായിട്ട് ബന്ധമുണ്ടായി. എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ എന്റെ ഫസ്റ്റ് ലവ് മേരി മാർഗരറ്റ് in 1942. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ഷൺമുഖത്തിനോട് ചോദിക്കണ്ട. ദക്ഷിണേ താഴോട്ട് പോയിക്ക്, ഞാൻ വന്നേക്കാം. ചെല്ലടാ. ശരി. അയ്യേ 11 മണി വരെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ഡയറക്ടർ ആകാൻ പറ്റും? ഛേ, എന്തൊരു ജീവിതമായത്. ചേട്ടാ, മോനെ, ദക്ഷിണയെ ചേട്ടൻ ടോർച്ചർ ചെയ്യാറുണ്ടോ? അത്യാവശ്യം ചെയ്യാറുണ്ട്. പിന്നല്ലാതെ വൃത്തസ്ഥാനത്ത് ജീവിക്കേണ്ടവരെ ഇവിടെ താമസിപ്പിച്ചാ ഞാനെങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കഥ എഴുതുന്നത്? എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സിന് തനിച്ചിരുന്നാലാ ബുദ്ധി പ്രവർത്തിക്കുക. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ പ്രവർത്തിക്കുക. എന്താ പറഞ്ഞേ? എന്താ? എനിക്ക് കഥ എഴുതണ്ടേ, പടം ഡയറക്ട് ചെയ്യണ്ടേ, കല്യാണം കഴിക്കണ്ടേ, കുടുംബത്തോടെ ജീവിതം നയിക്കണ്ടേ? ദേ നോക്ക, കിളവനെ വേഗം സ്ഥലം മാറ്റിക്കോ. എന്റെ കൂടെ നിർത്തി ഞാൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. വെരി ഗുഡ്. ഇങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. റോട്ടിൽ കിടന്ന് ഒരുത്തനെ വിളിച്ചുകൊണ്ടൊന്ന് ചോറ് എടുക്കാൻ ഞാനെന്താ മണ്ടനാ? ആ കിഴവന് 300 കോടി രൂപയുടെ സ്വത്തുണ്ട്. 300 കോടിയോ? ഒരു പ്രൊഡ്യൂസർ ആണല്ലോ നഷ്ടമായത്. അതുകൊണ്ടാണ് എന്റെ ലൈഫ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവാൻ ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടോർച്ചർ ചെയ്തോളൂ. അപ്പോഴേ എന്റെ ലൈഫ് സെറ്റിൽ ആവും. ഇടയ്ക്ക് കയറി സെന്റിമെന്റൽ ഡയലോഗ് അടിച്ച് ഷെയർ വാങ്ങിക്കാൻ ശ്രമിച്ച ഇനി ഇവൻ ടോർച്ചർ ചെയ്യില്ല. എന്റെ ഷെയർ ആർക്കാ വേണ്ടത്? 300 കോടിയും അടിച്ചു മാറ്റും ഞാൻ.